ആകെ ലീവുള്ള ഒരു ദിവസം ആണ് നമ്മൾ ഈ ഷൂട്ടിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പം അന്നേരം നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിരിക്കും. ഇന്നിപ്പോൾ ഞാൻ ഒരു 3 സിനിമ കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു വരാൻ പോകുന്ന ഒരു സിനിമയാണ് കത്തനാർ. കത്തനാർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. പണ്ട് ഈ കടമറ്റത്ത് കത്തനാരെ കുറിച്ച് കേട്ടറിവുള്ളവരാണ് കൂടുതൽ ആൾക്കാർ. അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടായിരിക്കുമല്ലോ അവർ ഈ സിനിമകളൊക്കെ ചെയ്ത് നമ്മളെ ഒന്ന് എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വരുന്നത്. അപ്പോൾ ആ സിനിമ വരുമ്പോൾ നമുക്ക് കൂടുതൽ അറിയാം. പിന്നെ ഉള്ളത് പട്ടാപ്പകൽ എന്ന് പറഞ്ഞ സിനിമ. അതിനകത്ത് നമ്മൾ ചെറിയ കോമഡി എല്ലാ താരങ്ങളും കൂടെ ചേർന്നിട്ട് ഉള്ള ഒരു സിനിമയാണ് പട്ടാപ്പകൽ എന്ന് പറഞ്ഞ സിനിമ. അത് കഴിഞ്ഞിട്ട് എടുത്തേക്കുന്നത് അഭിരാമി എന്ന് പറഞ്ഞ സിനിമയാണ്. അഭിരാമിയിലും ഇതുപോലെ നമുക്കറിയാവുന്ന കുറച്ച് നടീനടന്മാരാണ് അഭിനയിക്കുന്നത്. അപ്പൊ ഈ സിനിമകളല്ല, ഇനി കത്തനാര്, പട്ടാപ്പകൽ, അഭിരാമി, ഈ സിനിമയെല്ലാം വരാൻ പോകുന്ന സിനിമകളാണ്. അപ്പം അത് എത്രത്തോളം നന്നായിരിക്കും അല്ലെങ്കിൽ അല്ലായിരിക്കും എന്നുള്ളത് നമുക്ക് സിനിമ ഇറങ്ങുമ്പോഴും നമുക്കറിയാൻ പറ്റും. പക്ഷേ ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ ഒരുപാട് പേർക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഏതൊക്കെ സിനിമകൾ ഇനി ഇറങ്ങും. അപ്പം അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഞാനും നോക്കുന്നത്. കാര്യം എനിക്കും ഒരു എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളായിട്ടുള്ളതൊക്കെ ചെയ്യാൻ എനിക്കിഷ്ടം. കാര്യം കുക്കിങ്ങിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം കുക്കിംഗ് വീഡിയോസൊക്കെ നമുക്കിപ്പോൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു സെറ്റ് ഇടണം, കുറേ സമയം എടുക്കും. ഒരു 1 ഹവറെങ്കിലും ആവും ഒരു കുക്കിംഗ് വീഡിയോ തീരാനായിട്ട്. അപ്പം നമുക്ക് കിട്ടണ ഒരു ലീവ് ദിവസം അന്ന് അങ്ങനെ അങ്ങ് പോകും. അതുകൊണ്ടാണ് അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് എനിക്കും കൂടെ എൻ്റർടൈൻ കിട്ടുന്ന എന്തെങ്കിലും ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. സിനിമയൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. എനിക്കാണെങ്കിൽ പണ്ട് മുതലേ സിനിമ പാട്ടുകളാണെങ്കിലും സിനിമയുടെ സീൻസ് കാണാനാണെങ്കിലും എല്ലാം എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് 60, 70, 80, 90 കാലഘട്ടങ്ങളിലെ സിനിമകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമുക്ക് അന്ന് മുതലേ നമ്മൾ ആരാധിക്കുന്ന കുറേ കഥാപാത്രങ്ങളാണ്. കാര്യം നസീർ, പിന്നെ ജയൻ, പിന്നെ എന്താ സത്യൻ, പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ മമ്മൂട്ടി, മോഹൻലാൽ, പിന്നെ ഒത്തിരി പിന്നെയുള്ള കാലഘട്ടത്തിൽ പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, പിന്നെ അല്ലാതെ കുറേ നടന്മാർ, മുകേഷ്, സായികുമാർ, അങ്ങനെ ഒത്തിരി നടന്മാരെ നമുക്ക് പണ്ട് മുതലേ ഇഷ്ടമുള്ള കുറേ പേരുണ്ട്. ശങ്കർ മേനക, മേനകയൊക്കെ ഒരു കാലത്ത് എൻ്റെ ഫാനായിരുന്നു. അപ്പം അതേപോലെയുള്ള ഒത്തിരി കാര്യങ്ങൾ കാണുന്ന കൂട്ടത്തിലായതുകൊണ്ട് എനിക്കും സിനിമ, പാട്ട്, മൂവീസ് എന്നൊക്കെ പറയുന്നത് എന്നെപ്പോലെ തന്നെ കുറേ പേർക്ക് ഇഷ്ടമായിരിക്കും. അതുകൊണ്ടാണ് ഞാനും ഈ ഒരു ഫീൽഡ് ഇപ്പം നോക്കുന്നത്. കാര്യം ഇത് ചെയ്യാം, അപ്പം എനിക്കും ഒരു സന്തോഷം കിട്ടും, നിങ്ങൾക്കും ഒരു സന്തോഷം കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ സീനൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ. അപ്പം ഇത് കത്തനാർ എന്ന് പറഞ്ഞ സിനിമയുടെ പോസ്റ്ററാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ സിനിമ റോജിൻ തോമസ് എന്ന് പറഞ്ഞ ആളാണ് അത് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. ഗോകുലം മൂവീസാണ് അത് എടുക്കുന്നത്. അറിയാലേ, കടമറ്റത്ത് കത്തനാടെന്ന് പറഞ്ഞ മാന്ത്രിക ശക്തി ഒത്തിരി ഉള്ള ഒരു അറിയാവുന്ന, മാന്ത്രിക ശക്തി ഒത്തിരി അറിയാവുന്ന അല്ലെങ്കിൽ മാന്ത്രിക വിദ്യകൾ അറിയാവുന്ന ഒരാളാണ് കടമറ്റത്ത് കത്തനാർ. അപ്പം അതൊക്കെ ചേർത്തിട്ടുള്ള ഒരു സിനിമയാണ്. എനിക്ക് തോന്നുന്നത് ഒത്തിരി നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് തോന്നത്തക്ക ഒരു ഫീൽ കിട്ടത്തക്ക രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. കാര്യം പണ്ടത്തെ കത്തനാരെ കുറിച്ചൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ. അതിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷനും കൂടി ഗ്രഹിക്കത്തക്ക രീതിയിലാണെന്ന് തോന്നുന്നു ഇതെടുത്തിരിക്കുന്നത്. കുഞ്ചൻ തോമസ്. അടുത്ത ഒരു ടീസർ നമ്മൾ കാണാൻ പോകുന്നത് പട്ടാപ്പകൽ എന്ന് പറഞ്ഞ സിനിമയുടെയാണ്. അതിൽ നമുക്ക് അറിയാവുന്ന 2-3 താരങ്ങൾ ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പം അതിൻ്റെ സീനൊക്കെ നമുക്ക് നോക്കാം. പിന്നെ ഇതിനകത്ത് സാജിർ സദഫ് എന്നെങ്ങാണ്ടാണ് ആ ഒരു ഡയറക്ടറുടെ പേര്. കറക്റ്റായിട്ട് എനിക്ക് ഉച്ചരിക്കാൻ തന്നെ പാടുള്ള ഒരു പേരാണല്ലോ അത്. അപ്പോൾ സാജിർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഡയറക്ടർ. ആ സിനിമയുടെ കുറച്ച് സീൻസാണ് എടുക്കുന്നത്. നമുക്കാണ് ഇപ്പം തന്നെ അതിൻ്റെ ടീസറൊക്കെ 1 മില്യൺ വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്.
ഓ അടിപൊളി വീടാണല്ലോ. അവനല്ലേ ആ അടിപൊളി കാർന്നോൻ. ഒരു മന്ദിരം. അത് അവന്റെ എന്താണ് ഇപ്പൊ ഒരു നാട്ടിൽ പാർട്ടി മന്ദിരം വല്ലതും ആണോന്ന് അറിയത്തില്ല. നല്ലൊരു കോള് വന്നിട്ടുണ്ട്. ഒരു സായിപ്പ് ഉണ്ട് എറണാകുളത്ത്. അയാൾക്ക് നല്ല ഒരു ഓടുന്ന കണ്ടീഷനിലുള്ള വിന്റേജ് കാർ വേണം. അടിച്ചു മാറ്റിയാലും കുഴപ്പമില്ല. സായിപ്പ് അത്ര ഡീസന്റ് ഒന്നുമല്ല. ഇത്രയും ഉത്തരവാദിത്വ ബോധമില്ലാത്ത മനുഷ്യനെ ഞാൻ ജന്മത്തെ കണ്ടിട്ടില്ല. നമ്മളിരിക്കുന്നത് തണൽ മരത്തിന്റെ കീഴില, എന്നാൽ കാണാതിരിക്കുന്നുണ്ടല്ലോ നന്മ മരത്തെയാ. ശരി, ഫൈനൽ സെറ്റിൽമെന്റ് 4.5 കോടി രൂപയ്ക്കാണ് ഡീൽ. ഷാനോട് സാധനമൊക്കെ സേഫ് ആയ സ്ഥലത്തുണ്ട്. അയ്യോ ദേ അവള്. നിന്റെ കൂട്ടുകാരനോട് കള്ളുടിച്ച് ചേർന്ന് കളിക്കണുണ്ട്. ആര്? ടോണി. ചേട്ടാ, ചേട്ടൻ എനിക്കൊരു ഹെൽപ്പ് ചെയ്യും. എന്താ മോനെ? ഒന്നുമില്ല ചേട്ടാ, ചേട്ടൻ എനിക്കൊരു ബൈക്ക് അടിച്ച് മാറ്റി തരാൻ പറ്റുമോ? എടാ പന്നി, ഓടിക്കോടാ. ശ്രീലങ്ക, ഓസ്ട്രേലിയ, നൈജീരിയ ഇവിടെയൊക്കെ 4 മണിയാകുമ്പോൾ സാധനം കിട്ടും. കേരളത്തിൽ നടക്കില്ല സാർ. രാവിലെ കുളിയും കഴിഞ്ഞ് ചന്ദനക്കുറിയൊക്കെ തൊട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുക. പോയി വല്ല പണിയെടുത്ത് ജീവിച്ചു വിടറാം. ടെൻഷൻ അടിച്ച് മനുഷ്യന് വല്ല അറ്റാക്കും വരുമെന്ന് എന്റെ പേടി. സാജിദ് സദഫ് എന്നാണ്. 20th ജൂണിന് ഇറങ്ങും. 28 ജൂണിന്. അപ്പം അടുത്ത മാസം ഈ സിനിമ ഇറങ്ങും. അപ്പം നെക്സ്റ്റ് അഭിരാമി എന്ന് പറഞ്ഞ ഒരു ഒഫീഷ്യൽ ടീസറാണ് വന്നിരിക്കുന്നത്. അതിനകത്തും ഈ പറഞ്ഞ കണക്കുള്ള ഒരു ഫിലിം, സാധാ ഒരു നോർമൽ ഒരു ഫിലിമാണ്. അതിൻ്റെ അതിൻ്റെ ഡയറക്ടറുടെ പേര് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ലല്ലോ. മുസ്താഖ് റഹ്മാൻ എന്നാണ് ഇതിൻ്റെ ഡയറക്ടറുടെ പേര്. നേരത്തെ ഒരാള് പോലും തിരിഞ്ഞോക്കാത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ. ഇപ്പൊ ഒരു പോസ്റ്റ് ഇട്ടാ കേറി ഇങ്ങോട്ട് ഇറങ്ങ്. ചില നേതാക്കളെ കണ്ടിട്ടില്ലേ? റിലീസിങ് ജൂൺ 7-നാണ് ഇത് ഇറങ്ങുന്നത്. ഈ സിനിമ 7-ന് ഇറങ്ങുന്നുണ്ട്. അപ്പൊ ജൂണിൽ 2-3 സിനിമ ഇറങ്ങുന്നുണ്ട്. നമുക്ക് നോക്കാം. ഒത്തിരി നമുക്ക് സാധാ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഫിലിം ആയിരിക്കും എന്ന് വിചാരിക്കും. ചില സിനിമകൾ നല്ല ഒരു സാധ്യതയുണ്ട്. വീഡിയോസിലൊക്കെ ഭയങ്കര സ്മാർട്ട് ആണല്ലോ. Wow, you looking marvelous. കുറച്ച് ദിവസമായിട്ട് എന്നും കണ്ടോണ്ടിരിക്കുന്നല്ലേ, പെട്ടെന്ന് കാണാതായപ്പോ എനിക്ക് തോന്നുന്നു വിദേശ രാജ്യങ്ങളിലൊക്കെ വല്ല നേഴ്സൊക്കെ ആയിട്ട് പോകുന്ന കുട്ടികളെയൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന അറിയാതെ ഫിലിമാണ്. ജീവിതത്തിലേക്ക് ചിലതൊക്കെ വന്നു ചേരും. അനുഭവങ്ങൾക്കല്ലാതെ എന്തിനല്ലേ നമ്മൾ ജീവിതം തുറന്നു വെക്കണ്ടേ? അഭിരാമി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ കുറിച്ചായിരിക്കണം ഈ കഥ എന്ന് എനിക്ക് പബ്ലിസിറ്റി പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും പബ്ലിസിറ്റി ഈസ് പബ്ലിസിറ്റി മോനെ. ജൂൺ 7-ാണ് ഇത് ഈ സിനിമ റിലീസിങ് വരുന്നത്. പട്ടാപ്പകലും അഭിരാമിയൊക്കെ ജൂണിൽ ഇറങ്ങും. അതിൻ്റെ ഡേറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ കത്തനാരിൻ്റെ ഡേറ്റ് ഞാൻ കണ്ടില്ല. അപ്പം എനിക്കറിയത്തില്ല. അപ്പം നിങ്ങളാരെങ്കിലും കാണുകയാണെങ്കിൽ മെസ്സേജ് ഇട്ടോ, എപ്പോഴാണ് ഇറങ്ങുന്നതെന്ന് വെച്ചാൽ അറിയുവാണെങ്കിൽ ഇട്ടോളൂ. അപ്പോൾ എന്തായാലും ഈ 3 സിനിമ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നമുക്ക് തിയേറ്ററിൽ പോയി ഇറങ്ങുമ്പോൾ കാണാം. എന്തായാലും എല്ലാ സിനിമകളും നമ്മൾ ഇറങ്ങുമ്പോൾ മിക്ക സിനിമകളും നമ്മൾ ഇവിടെയും തിയേറ്ററിൽ പോയി കാണാറുണ്ട്. കാര്യം സമയം കിട്ടുമ്പോഴേ ഈ ബുക്ക് ചെയ്യുക, കാണുക. കാര്യം ഇവിടെ സമയം എടുക്കും എല്ലാം വരാനും കാണാനും ഒക്കെ. അപ്പം എന്നെക്കാൾ നേരത്തെ ചിലപ്പോൾ നിങ്ങളെല്ലാവരും കാണും. അപ്പം നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ടിടും. അപ്പോൾ വീഡിയോ നല്ലതാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.